പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാണ്. ഇറാൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരിക്കുന്നു. UAE-യിലാണ് ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. 12 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും ഇറാൻ പ്രയോഗിച്ചു. 4 ഡ്രോണുകൾ ഉപയോഗിച്ചും ആക്രമണ ശ്രമം ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ ഫുജൈറയിൽ തീപിടുത്തമുണ്ടായി. വ്യോമാക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. ആക്രമണത്തെ UAE കടുത്ത ഭാഷയിൽ അപലപിച്ചു. അതിനിടെയാണ് ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നും വേണ്ടി വന്നാൽ ആയുധങ്ങളെല്ലാം ഉപയോഗിക്കുമെന്നുമുള്ള മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. BV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിനോദ്, വീണ്ടും ഒരു ഭീതിയുടെ ആശങ്കയുടെ ആശങ്കയിലേക്ക് പശ്ചിമേഷ്യ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇറാൻ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യം UAE-യിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നു. 12 ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും പ്രയോഗിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം? പ്രത്യേകിച്ചും ഈ ഡൊണാൾഡ് ട്രംപ് പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളുമായി വീണ്ടും രംഗത്തെത്തുമ്പോൾ ഒരു ശക്തമായ ഒരു കടുത്ത ആക്രമണത്തിൻ്റെ അവസ്ഥയാണോ നിലവിലുള്ളത്? ഗൾഫ് മേഖല വീണ്ടും അശാന്തമാവുകയാണ്. നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത് മലയാളി സമൂഹം കൂടുതൽ കഴിയുന്ന പ്രദേശങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ ആക്രമണത്തിൻ്റെ ഒരു തുടക്കമുണ്ടായിരിക്കുന്നത്. ഫുജൈറയിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു, 3 ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുന്നു. മലയാളികളടക്കം ധാരാളം ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ആക്രമണത്തിന് പിന്നാലെ മുന്നറിയിപ്പുണ്ടായി. ദുബായിലടക്കം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നീട് ആ ജാഗ്രതാ മുന്നറിയിപ്പ് പിൻവലിച്ചെങ്കിൽ പോലും ഇപ്പോഴും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. അവിടെ വിദ്യാലയങ്ങളൊക്കെ തന്നെ ഓൺലൈനിലേക്ക് അവരുടെ സംവിധാനം മാറ്റിയിട്ടുണ്ട്. സ്കൂളുകളിൽ പോകാതെ വീടുകളിൽ ഇരുന്ന് തന്നെ പഠിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി. അതായത് കാര്യങ്ങൾ അത്ര നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന തരത്തിലുള്ളതല്ല. കാരണം വെടിനിർത്തൽ ഏപ്രിൽ 18 വെടിനിർത്തലുണ്ടാകുന്നു. പക്ഷേ അതിനുശേഷവും പലപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. ഹോർമുസ് കേന്ദ്രീകരിച്ചുള്ള ഒരു തർക്കത്തിലേക്ക് തന്നെയാണ് ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയും എത്തിയിട്ടുള്ളത്. അവിടെ സർവാധിപത്യം സ്ഥാപിക്കുക എന്ന താല്പര്യത്തോടു കൂടി അമേരിക്ക നിൽക്കുന്നു. എന്നാൽ പരിപൂർണമായ സ്വാതന്ത്ര്യം തങ്ങൾക്ക് വേണമെന്ന നിലപാടിൽ ഇറാനും നിൽക്കുന്നു. ഇതാദ്യം തുടങ്ങുന്നത് ഈ തീവ്രവാദ ശക്തികൾക്ക് ഇറാൻ ഫണ്ട് ചെയ്യുന്നു എന്ന ഇസ്രായേലിൻ്റെ ആരോപണവും അങ്ങനെ ഈ ആണവ ശക്തിയാകാതെ ഇറാനെ മാറ്റി നിർത്തുക അത്തരമൊരു ഉദ്ദേശത്തോടു കൂടി അമേരിക്ക യുദ്ധത്തിനിറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് ഹോർമൂസിലേക്കാണ്. അവിടെ പൂർണ്ണമായ കപ്പൽ സഞ്ചാരം സാധ്യമാക്കുന്ന ദൗത്യം അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള പ്രത്യേക പദ്ധതി അവർ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. US ഭടന്മാർ ഏതാണ്ട് 5000-ഓളം പേരാണ് ഹോർമൂസിന് സമീപമായി ഉള്ളത്. ഇന്നലെ 2 അമേരിക്കൻ പടക്കപ്പലുകൾ ഹോർമൂസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് പരാജയപ്പെടുത്തിയെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. പരസ്പരം വെടിയുതിർക്കുന്നുണ്ട്, റോക്കറ്റ് ആക്രമണം നടക്കുന്നുണ്ട്. അമേരിക്കയുടെ പടക്കപ്പലിലേക്ക് 2 ഡ്രോണുകൾ അയച്ചു എന്ന അവകാശവാദം ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. ഇറാൻ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് അവർ പറയുന്നു. ഇറാനാകട്ടെ ഈ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് മധ്യസ്ഥ ചർച്ച നടക്കുന്നത്. പക്ഷേ ഇതുവരെ അമേരിക്കയുടെ വാഗ്ദാനങ്ങളെ ഒന്നും തന്നെ അവർ മുഖവിലേക്കെടുക്കുന്നില്ല. മാത്രമല്ല 14 നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലെബനനിലേക്ക് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നാണ്. ഹോർമൂസിൽ അവർക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യവും ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ സമ്മതിച്ച് കൊടുക്കാൻ അമേരിക്ക തയ്യാറല്ല. ഇതിനിടയിലാണ് ഇപ്പോൾ UAE-യിലേക്ക് ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഫുജൈറയിൽ തീപിടുത്തമുണ്ടാകുന്നു. അതിനുശേഷം ഒമാനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. ഇനി മറ്റ് രാജ്യങ്ങളെ കൂടി ആക്രമിക്കുമെന്ന ഭീഷണി ഇറാൻ മുഴക്കുകയാണ്. ഖത്തറും കുവൈറ്റും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുകയാണ്. മാത്രമല്ല ഇപ്പോൾ 6000 ടൺ ആയുധങ്ങൾ ഇസ്രായേലിന് അമേരിക്ക കൈമാറുകയും ചെയ്തു. അമേരിക്കയുടെ ബജറ്റിൽ നിന്ന് ഒരു വലിയ തുക എപ്പോഴും മാറ്റിവെക്കുന്നത് ഇസ്രായേലിന് ആയുധം നൽകുന്നതിനാണ്. അത് പണമായല്ല നൽകുന്നത്, മറിച്ച് ആയുധമായാണ് നൽകുന്നത്. അങ്ങനെ 6000 ടൺ ആയുധം പുതുതായി ഏറ്റവും ഒടുവിൽ നൽകുന്നു. ഈ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് അവർ അമേരിക്കയെ വിശ്വസിക്കുന്നില്ല. ഈ ആയുധ കച്ചവടം നടക്കുന്നു. $7 ബില്യൺ ആയുധ ഇടപാട്
ഗൾഫ് രാജ്യങ്ങളുമായി നടത്തുന്നുണ്ട്. അത് കുവൈറ്റും ഖത്തറും സൗദിയും അടക്കമുള്ള രാജ്യങ്ങളുമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്ക ആയുധ ഇടപാടുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ വലിയ ഭീമമായ ആയുധ കച്ചവടം നടക്കുമ്പോൾ അത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമല്ല എന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവിടെയാണ് ഈ ആക്രമണത്തിൻ്റെ സാധ്യത ആശങ്കപ്പെടുത്തുന്ന നിലനിൽക്കുന്നത്. കാരണം ഇന്ത്യക്കാർ നമ്മുടെ മലയാളികളടക്കം നിരവധി പേർ കഴിയുന്ന പ്രദേശങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായി ആക്രമണം ഉണ്ടായത്. 15 മിസൈലുകളാണ്, അത് ബാലിസ്റ്റിക് മിസൈലുകളും അതോടൊപ്പം തന്നെ ക്രൂയിസ് മിസൈലുകളും അടക്കമുള്ളവ 15 മിസൈലുകൾ UAE-യിലേക്ക് അയക്കുന്ന നിലയുണ്ടായി. പലതും നിർവീര്യമാക്കിയെങ്കിലും മറ്റു പലതും അവിടെ സ്ഫോടനം ഉണ്ടാക്കുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. ആ തരത്തിലുള്ള ഒരു ആശങ്ക ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിന് നേരെ നടന്ന വെടിവയ്പ്പാണ്. ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ സമാന്തരമായി അമേരിക്കയിലും ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് JD വാൻസിൻ്റെ വാഹനം കടന്നുപോയി ഒരല്പം കഴിയുമ്പോഴാണ് ഈ വെടിവയ്പ്പ് ഉണ്ടാകുന്നത്. അവിടെ സ്വാഭാവികമായും വൈസ് പ്രസിഡന്റിനെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന ചില സൂചനകൾ വരുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് ട്രംപ് അവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് ഒരു വിരുന്ന് സൽക്കാരം ഒരുക്കിയത്. ആ സൽക്കാരം നടക്കുന്നതിനിടയിൽ അജ്ഞാതൻ വെടിയുതിർക്കുകയായിരുന്നു. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് അവരെ മാറ്റുകയായിരുന്നു. ആ സമയത്തും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വെടിവയ്പ് ഉണ്ടാകുമ്പോഴും 2 സ്ഥലത്തും ഉണ്ടായിരുന്നത് JD വാൻസിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ JD വാൻസിനെ ലക്ഷ്യം വയ്ക്കുന്നോ എന്ന ഒരു സംശയം വരുന്നുണ്ട്. കാരണം ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ചില പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിച്ചാൽ എപ്പോഴും പ്രകോപനപരമായി സംസാരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട്. JD വാൻസ് ആകട്ടെ കാര്യങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇസ്ലാമാബാദ് അതാണോ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രകോപനമാണോ ഇറാനെ വീണ്ടും ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നത്? പ്രത്യേകിച്ചും ഈ ഹോർമസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി അമേരിക്ക പല പദ്ധതികളും പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. അതിനിടെയാണ് ഇറാനുമേൽ വീണ്ടും പ്രകോപനപരമായ പ്രസ്താവന ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് ഇറാനെ ഭൂമുഖത്തുനിന്ന് തന്നെ ഇല്ലാതാക്കും. നിലവിൽ അമേരിക്കൻ നാവികസേന നടത്തുന്ന നീക്കങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിൽ ഒന്നാണ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഈ രീതിയിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രകോപനമാണോ പ്രസ്താവനകളാണോ ഇറാനെ പ്രകോപിപ്പിക്കുന്നത്? അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നം കൂടുതൽ രൂക്ഷമാകില്ലേ? ഇറാൻ കൂടുതൽ രാജ്യങ്ങൾ ലക്ഷ്യമിട്ടുള്ളൊരു ആക്രമണം നടത്താനുള്ള സാധ്യതയില്ലേ? ടോം, ഇത് ഫെബ്രുവരി മുതലാണ് ഈ ആക്രമണങ്ങളുടെ പരമ്പര ആദ്യം തുടങ്ങുന്നത്. ഫെബ്രുവരിയിൽ ആക്രമണങ്ങൾ തുടങ്ങുന്നു. തുടക്കത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് ഖമനേയി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്നു. അങ്ങനെ അവരുടെ 12ഓളം പ്രധാനപ്പെട്ട നേതാക്കളാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഈ വാക്പോര് പലപ്പോഴും അതിരൂക്ഷമായാണ് മുന്നോട്ട് പോയത്. മുസ്തഫ ഖമനേയി പിന്നീട് പരമാധികാരിയായി എത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ തന്നെ പ്രകോപനപരമായ പ്രസ്താവനകളുണ്ടായി. പക്ഷേ സമാന്തരമായി ഈ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ തുർക്കി ഇടപെട്ടിരുന്നു, ഇന്ത്യ ഇടപെട്ടിരുന്നു, റഷ്യ ഇടപെട്ടിരുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെട്ടിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇസ്ലാമാബാദിൽ ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികൾ 2 തവണ ചർച്ച നടത്തിയത്. പക്ഷേ അതൊക്കെ തന്നെ ഫലവത്താകുന്ന നിലയിലേക്ക് എത്തിയില്ല. കാരണം പ്രധാനമായും ഈ ഹോർമൂസിൽ തട്ടിയാണ് ഈ ചർച്ചകൾ പരാജയപ്പെടുന്നത്. അവിടെ ഉയർന്ന ഒരു ആരോപണം ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് ഹോർമൂസാണ്. അവിടുത്തെ ഒരു ലാഭം തന്നെയാണ് ട്രംപ് മുന്നിൽ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന തന്നെ ഫ്ലോറിഡയിൽ അദ്ദേഹം നടത്തിയ പൊതുറാലിയിൽ നടത്തിയ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ഇപ്പോൾ ഒരു കടൽ കൊള്ളക്കാരെ പോലെ പെരുമാറുകയാണ്. അതിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തുകയാണ്. അതായത് ഇറാൻ്റെ കപ്പലുകൾ തടയുന്നു, അതിൽ നിന്ന് കാർഗോ എടുക്കുന്നു, മറ്റ് സാധനങ്ങളും ഓയിലും എടുക്കുന്നു, അതിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഹോർമൂസിൽ ഒരു കടൽ കൊള്ളക്കാരെ പോലെ പെരുമാറുക അങ്ങനെ ഒരു സംഘത്തെ പോലെ പെരുമാറുക എന്നതാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ വന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഹോർമൂസിൽ എത്രമാത്രമാണ് അമേരിക്ക കണ്ണുവെക്കുന്നത് എന്നത്. ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ഒരു തിരിച്ചടിയുമായി മുന്നോട്ട് പോകുന്നതും. അമേരിക്കയെ ആക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ആ സൈന്യത്തെ ആക്രമിക്കുക, അവരുടെ കപ്പലുകൾ ആക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് സഹായം ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടരുക എന്നതാണ്. ഒരു വെടിനിർത്തൽ ഉണ്ടായതാണ്, ഏപ്രിൽ 18 ശേഷം വെടിനിർത്തലുണ്ടായി. പലപ്പോഴും അതിനുശേഷം ഒറ്റപ്പെട്ട അക്രമങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ലെബനനിലേക്കൊക്കെ ഉള്ള ആക്രമണം ഇസ്രായേൽ കുറയ്ക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു, പലപ്പോഴും ഒഴിവാക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു.
അങ്ങനെ ഈ മനുഷ്യജീവനുകൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിന് മാറ്റം വന്നിരുന്നു. ആൾനാശവും അങ്ങനെയുള്ള വസ്തുക്കളുടെ നാശവും ഒക്കെ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ സ്ഥിതി വ്യത്യസ്തമായിരിക്കുന്നു. ഇറാൻ്റെ കപ്പലുകൾക്ക് നേരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നു. ആ ഹോർമുസ് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാൻ്റെ ഒരു കപ്പലും സഞ്ചരിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. ഏതാണ്ട് വിവിധ രാജ്യങ്ങളുടെ ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ കഴിഞ്ഞ ദിവസം കടന്നു പോകാൻ നോക്കിയിരുന്നു. 300ഓളം കപ്പലുകളാണ് ഇപ്പോഴും ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇന്ത്യയുടെ കപ്പലുകളും അവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഹോർമുസിൽ നിന്ന് കടന്നു വരാൻ പറ്റാത്ത കപ്പലുകൾ ഇപ്പോഴുമുണ്ട്. ഈ കപ്പലുകളൊക്കെ തന്നെ സുഗമമായി പുറത്തേക്ക് പോകുന്നതിന് പ്രത്യേക പദ്ധതി അമേരിക്ക ആസൂത്രണം ചെയ്തു. അത് യുദ്ധമാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു നാവിക യുദ്ധം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു കരയുദ്ധമായി മാറുമോ എന്ന ആശങ്കകൾ പോലും നിലനിൽക്കുന്നുണ്ട്. കാരണം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കരയുദ്ധം വേണമെന്ന ആവശ്യമാണ് നേരത്തെ അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ കൈവിട്ടു പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. ലോകത്തിനാകെ ആവശ്യമായ എണ്ണയുടെ 1/5 കടന്നു വരുന്നത് ഹോർമുസ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇത് രാജ്യങ്ങളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കും. കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷരീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയൊക്കെ തന്നെ നേതൃത്വത്തിൽ അവരുടെ രാജ്യത്ത് അവലോകന യോഗങ്ങളൊക്കെ നടന്നിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ്റെ ഒരു വിശദീകരണം വന്നത് 7 ദിവസത്തെ ഇന്ധനം മാത്രമാണ് അവിടെ ആ രാജ്യത്ത് അവശേഷിക്കുന്നത്, പ്രതിസന്ധിയിലാണ്. അതേസമയം ഇന്ത്യ അക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് 70 ദിവസത്തിലധികമുള്ള ആവശ്യത്തിനുള്ള ഇന്ധനം നമ്മുടെ രാജ്യത്തുണ്ട്. കഴിഞ്ഞ ദിവസവും 45,000 ടൺ LPG. തീർച്ചയായും, കാരണം ഈ യുദ്ധം ഇപ്പോൾ 2 മാസത്തിലധികമായി നീണ്ടുപോകുന്നു. ഇത്രയധികം യുദ്ധം നീളുമെന്ന് ലോകരാജ്യങ്ങൾ പോലും കരുതിയതല്ല. കാരണം അതിവേഗത്തിൽ തന്നെ ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നത്. ഇത് ഏത് രീതിയിലാണ് മറ്റു രാജ്യങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇപ്പോഴത്തെ സാഹചര്യം, പാകിസ്ഥാനിൽ വലിയ രീതിയിൽ ഇന്ധനത്തിൻ്റെ ദൗർലഭ്യം അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, വിലക്കയറ്റം സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം വിനോദ്, ഇവിടെ പാചകവാതകത്തിൻ്റെ വില വർധന, രൂപയുടെ മൂല്യത്തിൻ്റെ തകർച്ച, അതോടൊപ്പം മറ്റു വിപണികളുടെ ഇടിവ്, വലിയ രീതിയിലുള്ള വിലക്കയറ്റം. വരും ദിവസങ്ങളിൽ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ വലിയ പ്രതിസന്ധികളുണ്ടാകും. അതിനിടെ UAE ഇറാൻ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട്. US ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഈ നീക്കം, അതായത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു സമവായ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു അനുനയ ചർച്ചയ്ക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങൾ മുൻകൈ എടുക്കുമോ? ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണിപ്പോൾ? ടോം, ആദ്യം തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഇന്ധനത്തിൻ്റെ കരുതൽ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിച്ചാൽ 70 ദിവസത്തെ കരുതൽ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴുള്ള സംഘർഷം, അത് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ സംഘർഷം, UAE നടത്തിയ ആക്രമണം, അബുദാബിയുടെ കപ്പലിന് നേരെ 2 ഡ്രോണുകൾ കൂടി ഇറാൻ അയച്ചു. അതിൽ തീപിടുത്തമുണ്ടായി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് UAE മാത്രമായി ഈ ആക്രമണം ഒതുങ്ങില്ല. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിൽ മുഴുവൻ ഈ ആക്രമണം ഉണ്ടാകും. നമുക്ക് നമ്മുടെ ജനങ്ങൾ അവിടെ കഴിയുന്നു എന്ന ഏറ്റവും വലിയ ആശങ്ക. അതോടൊപ്പം തന്നെയാണ് സാമ്പത്തികമായി രാജ്യം നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി ഒരു വശത്തു കൂടി ഉണ്ട്. കാരണം ഇന്ന് ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ ക്രൂഡ് വിലയിൽ 5% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് എണ്ണ വില ഗണ്യമായി ഉയരും ഈ സംഘർഷം തുടർന്നാൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതുവരെ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പുകൾ, പല സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് തന്നെ ഇന്ധനവില കാര്യമായി വർദ്ധിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് 1000 രൂപയോളം വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇനി അത് പെട്രോളിനും ഡീസലിനും ഉള്ള വില വർധന, അത് എണ്ണ കമ്പനികളുടെ ശുപാർശയുണ്ട്, അത് പരിഗണനയിലുണ്ട്, സർക്കാരിൻ്റെ പരിഗണനയിലുള്ള കാര്യമാണ്. അത് ഏത് നിമിഷം വേണമെങ്കിലും പെട്രോളിനും ഡീസലിനും വില കൂടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും. മറ്റൊന്ന് ടോം ചോദിച്ചത് ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകളാണ്. പല കുറി നമ്മുടെ രാജ്യം ഇടപെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ റഷ്യ ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം, അത് ഇറാൻ്റെ പക്കലുള്ള യുറേനിയം, അത് തങ്ങൾ ശേഖരിച്ചു കൊള്ളാം എന്ന കാര്യം റഷ്യ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വഴങ്ങുന്നില്ല ഇറാൻ എന്നത് തന്നെയാണ്. അവിടെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദവും അങ്ങനെ ഇല്ല. പക്ഷേ ഒരു ഉപാധി എന്ന നിലയിൽ, ഈ പ്രശ്നപരിഹാരം എന്ന നിലയിൽ റഷ്യ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് ഈ യുറേനിയം
തിരികെ എടുക്കാം എന്നത്. പക്ഷേ ഒരു ആണവ രാജ്യമാകാനോ അല്ലയോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്നൊരു വിശദീകരണമില്ല. പക്ഷേ അവർ പറയുന്നത് ഊർജാവശ്യത്തിന് വേണ്ടി ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു, അങ്ങനെ ഒരു ആണവ ശക്തിയാകാനുള്ള തീരുമാനത്തിലേക്ക് തങ്ങൾ പോകുന്നു, അല്ലാതെ അണ്വായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല ഇതെന്ന് ഇറാൻ പറയുമ്പോൾ തന്നെ ചിലപ്പോഴെങ്കിലും അവരുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയിൽ വരുന്നത് എന്തുകൊണ്ട് ഇറാന് ഒരു ആണവ ശക്തിയായി മാറിക്കൂടാ എന്നൊരു ചോദ്യം കൂടി ഇടയ്ക്ക് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതായത് ഇത് പരിപൂർണമായി ഇറാൻ ഒരു ആണവ ശക്തി ആകില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ഇതുതന്നെയാണ് അമേരിക്കയുടെ ഈ നിലപാടിന് കാരണം. അത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതാകട്ടെ ഇസ്രായേലിനെയുമാണ്. ഒരു പക്ഷേ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയം വലിയ തോതിൽ അലട്ടുന്നത് ഇസ്രായേലിനെയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചകളോടും അനുകൂലമായി ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമേരിക്കൻ നേതാക്കളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പല നീക്കങ്ങളും ചർച്ചകളും ഉണ്ടാകുമ്പോഴും ഇസ്രായേൽ ഈ നിമിഷം വരെ യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. നെതന്യാഹുവിൻ്റെ എല്ലാ പ്രസ്താവനകളും ഇറാനെതിരെ ഉള്ളതാണ്, ലെബനനെതിരെ ഉള്ളതാണ്, യമനെതിരെ ഉള്ളതാണ്. അത് കൃത്യമായി അവിടുത്തെ എതിരെയുള്ളതാണ്. ഹിസ്ബുള്ളക്കെതിരെയും ഹൂതികൾക്കെതിരെയും കൃത്യമായി പറഞ്ഞുകൊണ്ട് നെതന്യാഹു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അവിടെ കൃത്യമായി ഈ സഹായിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് തിരികെ കയറാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് അമേരിക്കയും എത്തുന്നു. അതിനപ്പുറത്തേക്ക് അവരുടെ കച്ചവട കണ്ണുണ്ട്, കച്ചവട താല്പര്യങ്ങളുണ്ട്. അത് ഈ യുദ്ധോപകരണങ്ങളുടെ വിപണിയിലൂടെ ലഭിക്കുന്ന വലിയ വരുമാനം അമേരിക്കയിലേക്ക് എത്തും. മറ്റൊന്ന്, ഈ ഹോർമൂസിൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതുവഴി ലഭിക്കാൻ പോകുന്ന വലിയ സാമ്പത്തിക നേട്ടം, ഇതെല്ലാം തന്നെ അമേരിക്കയുടെ താല്പര്യമായി മാറുന്നുണ്ട്. അതൊക്കെ തന്നെ ഇറാൻ തിരിച്ചറിയുന്നത് കൊണ്ട് തിരിച്ചടി ഉണ്ടായാൽ അത് ഒരുപക്ഷെ നിരപരാധികളായ ആളുകളെ ബാധിക്കുന്ന നിലയിലേക്ക് മാറും. ഗൾഫിലെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളം നൽകിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. അത്തരമൊരു ഭീതിയും ആശങ്കയും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണിത്. ടോം. യെസ്, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, വലിയ ആശങ്കയിലാണ്. കാരണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഈ ജനവാസ മേഖലയിലേക്ക് ആക്രമണം ഉണ്ടായാൽ കനത്ത നാശനഷ്ടമുണ്ടാകും, ആൾനാശം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഇറാൻ്റെ ഇപ്പോഴത്തെ നീക്കത്തെ ഇന്ത്യ അപലപിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.